നവരാത്രിൻ്റെ 6th ഡേ ഡിനോട്ട് ചെയ്യുന്നത് ദേവി കഥ്യായനിയാണ്. അതായത് പണ്ട് മഹിഷാസുരൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര അസുരൻ ഉണ്ടായിരുന്നു. ഈ അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, എനിക്ക് ഇമ്മോർട്ടാലിറ്റി ബൂന് വേണമെന്ന് പറഞ്ഞു. അപ്പം ബ്രഹ്മ പറഞ്ഞു, ഇല്ല, ഇമ്മോർട്ടാലിറ്റി പറ്റില്ല, കാരണം യൂണിവേഴ്സിന്റെ ലോയിന്റെ അഗേൻസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം മഹിഷാസുരൻ പറഞ്ഞു, എന്നാ പിന്നെ എന്നെ കൊല്ലാൻ ഒരു സ്ത്രീക്ക് മാത്രമേ പറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു വരം കൊടുത്തു. ഈ മഹിഷാസുരൻ എല്ലാ ലോകത്ത്, അത് 3 ലോകത്തിനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ സഹി കേട്ടിട്ട് എല്ലാ ദൈവങ്ങളും ഒരു പുതിയൊരു ഗോഡിനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ ദൈവങ്ങളിൽ നിന്നും ഒരു റേ ഓഫ് ലൈറ്റ് പോയിട്ട് ഒരു ദേവീൻ്റെ ഫോം ഉണ്ടാക്കി. അതായത് ശിവജീൻ്റെ ലൈറ്റിൽ നിന്നും മുഖവും, അഗ്നിദേവൻ്റെ ലൈറ്റിൽ നിന്ന് കണ്ണും, പിന്നെ അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ലൈറ്റിൽ നിന്ന് കൈകളും, അങ്ങനെ പല ദൈവങ്ങളിൽ നിന്നും ലൈറ്റ് വന്നിട്ട് ഒരു ദേവീൻ്റെ രൂപത്തിൽ വന്നു. പിന്നെ ദേവീൻ്റെ വെപ്പൻസും ഈ ദൈവങ്ങൾ തന്നെ കൊടുക്കാൻ തുടങ്ങി. അതായത് ശിവജി ത്രിശൂല് കൊടുത്തു, മഹാവിഷ്ണു സുദർശന ചക്രം കൊടുത്തു, പിന്നെ അഗ്നിദേവൻ സ്ഫിയർ കൊടുത്തു. അങ്ങനെ എല്ലാ വെപ്പൻസും. അതുപോലെ തന്നെ ഈ മിൽക്കി വേ, അതായത് മിൽക്കി ഓഷൻ, പാലാഴി ജ്വല്ലറീസ് കൊടുത്തു. പിന്നെ ഹിമവാൻ, അതായത് ഹിമാലയത്തിൻ്റെ രാജാവായിട്ടുള്ള ഹിമവാൻ കുറേ ജൂവൽസ് കൊടുത്തു. അങ്ങനെ ജ്വല്ലറിയും വെപ്പൻസും ഒക്കെ ദേവിക്ക് കൊടുത്തു. ദേവി ഒരു കംപ്ലീറ്റ് ഫോമായി മാറി. ആ സമയത്താണ് ഋഷി കത്യയൻ ഒരു നല്ലൊരു മോക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ തപസ്സിലൂടെ ദേവി കത്യായനിയായി ഈ ദേവി ജനിച്ചു. അതായത് ഋഷി കത്യയൻ്റെ മകള് ദേവി കത്യായനി. അങ്ങനെ വിന്ധ്യാചലിൽ, അങ്ങനെ വലുതായി വിന്ധ്യാചലിൽ ദേവി കത്യായനി നിൽക്കുന്ന സമയത്ത് ഈ മഹിഷാസുരൻ എന്ന് പറഞ്ഞ അസുരൻ കണ്ടു. ഈ ദേവീൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മഹിഷാസുരന് ഭയങ്കര ഇഷ്ടം തോന്നി. മഹിഷാസുരൻ ദേവി കത്യായനെ പ്രപ്പോസ് ചെയ്തു. ദേവി പറഞ്ഞു, എന്നെ ആര് തോപ്പിക്കുന്നോ അവരെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നു. അങ്ങനെ മഹിഷാസുരനും ദേവി കത്യായനിയും തമ്മിൽ യുദ്ധം തുടങ്ങി. 10 ദിവസത്തിന് ശേഷം മഹിഷാസുരനെ സ്വോർഡ് കൊണ്ട് ബിഹെഡ് ചെയ്തു, അതായത് തല വെട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് ദേവി കത്യായനീനെ മഹിഷാസുര മർദിനി എന്നും വിളിക്കുന്നത്.